Test the convergence of first one, summation k equal to 1 to infinity k factorial divided by 3 factorial into k minus 1 factorial into 3 raised to k. Second one, summation k equal to 1 to infinity 4k minus 5 divided by 2k plus 1. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വൺ നമ്മൾ എ കെ ഇസ് ഈക്വൽ ടു എന്താണ് k factorial divided by 3 factorial into k minus 1 factorial 3 raised to k എന്നാണ്. ഓക്കെ, അപ്പൊ k factorial ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഏതാണ്? റേഷ്യോ ടെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എ കെ പ്ലസ് 1 എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 factorial divided by 3 factorial. ഇവിടെ എന്താവും? k പ്ലസ് 1. k ഉള്ളവർക്കൊക്കെ k പ്ലസ് 1 ആണ് കൊടുക്കുക. 3 raised to k പ്ലസ് 1. അപ്പോൾ ഈ കെ പ്ലസ് 1 ഫാക്ടോറിയലിന് എനിക്ക് എന്തെന്ന് എഴുതാം? കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 എഴുതാം അല്ലെ? അതായത് 5 ഫാക്ടോറിയലിന് എനിക്ക് എന്തെന്ന് എഴുതാം? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് എഴുതില്ലേ? അതേ പരിപാടി തന്നെ. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇതെന്തായിരിക്കും? കെ ഫാക്ടോറിയൽ ആയി മാറിയില്ലേ? കെ ഫാക്ടോറിയൽ. ഓക്കെ, ഇനി 3 raised to k plus 1 എനിക്ക് എന്ത് ചെയ്യാം? 3 raised to k into 3 raised to 1 എഴുതാം. k ഫാക്ടോറിയലിനെ മാറ്റി എഴുതാലോ. ഇവിടെ k ഫാക്ടോറിയൽ into k plus 1 divided by 3 ഫാക്ടോറിയൽ into ഇത് എന്ത് എഴുതാം? k minus 1 ഫാക്ടോറിയൽ into k എന്ന് എഴുതാം. പിന്നെ 3 raised to k into 3 raised to 1. ഇത് കട്ട് ചെയ്ത് കളയാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതണമെന്നുള്ളൂ കേട്ടോ. p is equal to limit k tends to infinity ak plus 1 divided by ak. So that is equal to എന്താണ്? limit k tends to infinity k factorial into k plus 1 divided by 3 factorial into k minus 1 factorial into k 3 raised to k into 3 raised to 1. Okay, divided by ak എന്താണ്? k factorial into 3 factorial into k minus 1 factorial 3 raised to k എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം സെയിം ആയിട്ടുള്ളത്. k factorial കട്ട് ചെയ്തു. 3 factorial 3 factorial പോയി. k minus 1 factorial k minus 1 factorial 3 raised to k 3 raised to k കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് k tends to infinity എന്തുകൊണ്ട്? k plus 1 by k plus 1 divided by k into 3 ഉണ്ട് നമുക്ക്. ഓക്കെ, k plus 1 divided by k into 3 എന്നുണ്ട്. മുകളിൽ നിന്ന് എനിക്ക് k ഔട്ട്സൈഡ് എടുത്തൂടെ? ലിമിറ്റ് k tends to infinity k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്താവും? 1 plus 1 by k. താഴെയും k ഉണ്ട് into 3. k get cancel. ഓക്കെ, അപ്പൊ കേക്ക് ഇനി ഇൻഫിനിറ്റി കൊടുത്തൊക്കെ എന്താ വാല്യൂ? 1 plus 1 by infinity divided by 3. അതായത് 1 by infinity 0 ആണ്. നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? 1 by 3 which is less than 1 അല്ലേ? സോ സീരീസ് converges by ratio test. റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് എന്താണിത്? കൺവേർജ് ചെയ്തു എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ak is equal to 4k minus 5 divided by 2k plus 1 all raised to k എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് all raised to k വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ഏതാണ്? റൂട്ട് ടെസ്റ്റ്. p is equal to limit k tends to infinity ak all raised to 1 by k എന്ന് വരും. That is equal to limit k tends to infinity 4k minus 5 divided by 2k plus 1 all raised to k all raised to 1 by k എന്ന് വരും അല്ലെ? kയും 1 by kയിലെ kയും തമ്മിൽ കട്ട് ചെയ്ത് പോയി. പിന്നെ ലിമിറ്റ് k tends to infinity മുകളിലും താഴെയും k ഇല്ലേ? അത് കോമൺ ആക്കി എടുക്കുക. എന്തെന്നാവും? 4 minus 5 by k. താഴെ k ഔട്ട്സൈഡ് എടുത്താൽ 2 plus 1 by k എന്ന് വരും. k get cancel.
ഇനി എന്ത് ചെയ്യുക, കെക്ക് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 4 മൈനസ് 5 ബൈ ഇൻഫിനിറ്റി ബൈ 2 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി. അതായത് 5 ബൈ ഇൻഫിനിറ്റി എന്താ 0, 1 ബൈ ഇൻഫിനിറ്റി എന്താ 0. 4 ബൈ 2 ഇസ് ഈക്വൽ ടു 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പൊ എന്താണ്, ഡൈവേർജ് ചെയ്യാണ് ചെയ്യാം. സീരീസ് diverges by root s. Okay.